ഇന്നത്തെ ഗോസ്പല് ഒരു ഇഗ്നറൻസ് ആണ്, യേശുവിൻ്റെ ബർത്തുമായി ബന്ധപ്പെട്ട ഒരു ഇഗ്നറൻസ്. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് മിശിഹ ജെറുസലേമിൽ നിന്ന് വരുമെന്നാണ്. അതാണ് അവർക്കുണ്ടായ അറിവ്. പക്ഷേ ഇന്നൊരു കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ കുറച്ചുപേർ പറയുന്നു യേശു ഗലീലിൽ നിന്നാണല്ലോ വന്നത്, അതുകൊണ്ട് ഇവൻ എന്തായാലും മിശിഹ ആവാൻ വഴിയില്ല. കുറച്ചുപേർ പറഞ്ഞു ഇല്ല, ഇവൻ മിശിഹയാണ്. ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുകയാണ്. പല അഭിപ്രായങ്ങൾ വന്നു. ഭിന്ന അഭിപ്രായം വന്നപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകാതെ അവർ തിരിച്ച് ആരാണോ അവരുടെ അടുത്തേക്ക് വിട്ടത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകാൻ കാര്യം എന്താണ്? അവർക്ക് യേശുവിൻ്റെ ബർത്തുമായി ബന്ധപ്പെട്ട വലിയ അറിവൊന്നുമില്ല. ഇത് യേശുവിൻ്റെ കാര്യത്തിൽ ബർത്തുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ട് മാത്രമല്ല, വേറൊരു ഇഗ്നറൻസും കൂടെ ഉണ്ടായിരുന്നു. അത് അവൻ്റെ ദൈവീകതയുമായി ബന്ധപ്പെട്ട ഒരു ഇഗ്നറൻസാണ്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ അവർ കഴിഞ്ഞില്ല, അവൻ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ അവർ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇത് അന്ന് മാത്രമല്ല, ഇന്നും ചില ഇഗ്നറൻസൊക്കെ യേശുവിൻ്റെ കാര്യത്തിലുണ്ട്. നമ്മളൊക്കെ യേശുവിനെ വളരെ ലാഘവത്തോടെ കാണുന്നുവെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഗൗരവത്തോടെ യേശുവിനെ കാണാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു അറിവ് കൂടുന്നത് കൊണ്ട് നമ്മൾ യേശുവിനെ കുറച്ചും കൂടി ലാഘവത്തോടെ കാണുന്നു എന്ന് തോന്നുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒരാൾ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ആ വചനഭാഗം വായിക്കുന്നെന്നിരിക്കട്ടെ. വായിക്കുമ്പോൾ കുട്ടൂസിനെയും ഡാഗിനെയും കുറിച്ച് ബാലരമയിൽ വായിക്കുന്ന പോലെ വളരെ ലാഘവത്തോടെ തന്നെ വായിച്ചു പോവുകയാണ്. വെറുതെ അത് ദൈവമാണെന്ന് വിശ്വസിക്കാതെ ഒന്ന് മാറി നിന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കണം. ഒരു കാറ്റും കടലും തിരമാല അടിക്കുന്നു, ഉടനെ കുറേ ശിഷ്യന്മാർ വായിക്കുന്നു, അവരൊരു ഗുരുവിനെ വിളിക്കുന്നു. ആ ഗുരു എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുമ്പോൾ കാറ്റും കടലും വളരെ ശാന്തതയോടെ മാറുന്നു. മറ്റൊരു ഭാഗം കാനായിലെ കല്യാണ വിരുന്നെടുക്കുക. അവിടെ ഒരു കുടുംബത്തിന് കണ്ണുനീരുണ്ടാകുന്നു. ഒരമ്മ തൻ്റെ മകനോട് പോയി ആ കണ്ണീര് പറയുന്നു. ആ മകൻ ആ വെള്ളത്തിൻ്റെ അടുത്ത് എത്തുന്നതേ ഉള്ളൂ, ഉടനെ ആ പച്ചവെള്ളം വീഞ്ഞായി മാറുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഓരോ ക്രിസ്തുവിൻ്റെ വാക്കുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ യേശുവിൻ്റെ കുരിശ് മരണത്തോളം അടുത്ത് വായിച്ചെത്തുമ്പോൾ നമ്മൾ പറയും ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. ഇങ്ങനെ ഒരു വെളിച്ചം നമുക്ക് അത്യാവശ്യമാണ്. ഈ അറിവ് കൂടിയത് കൊണ്ട് ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു പ്രകാശമോ ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ ഉണ്ടാകേണ്ട ഒരു നന്മയൊന്നും നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇഗ്നറൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ്, അറിവ് കൂടിയതിൻ്റെ ഒരു കുറവാണ്. നമുക്ക് ക്രിസ്തുവിൽ അത്ഭുതമായി തോന്നാത്തത് ക്രിസ്തുവിന് ഇതൊക്കെ പറ്റുമെന്ന് നമ്മൾ വെറുതെ അങ്ങ് നനച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ അത്ഭുതം കാണുന്നില്ല, അവൻ്റെ വാക്കുകളിൽ ഒരു വ്യത്യസ്തത നമ്മൾ കാണുന്നില്ല. അന്നത്തെ കാലഘട്ടത്ത് അവൻ്റെ ബർത്തുമായി ബന്ധപ്പെട്ടും അവൻ്റെ ദൈവീകതയുമായി ബന്ധപ്പെട്ടൊരു ഇഗ്നറൻസ് ഉണ്ടെങ്കിൽ ഇന്നും ക്രിസ്തുവിനെക്കുറിച്ച് കുറേ ഇഗ്നറൻസ് ഉണ്ട്. ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ധ്യാനിച്ച് ആ ജീവിതത്തിൽ നിന്ന് ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന് വിളിച്ച് പറയാനുള്ള ഒരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം ഇന്ന് കുറയുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതം ധന്യമാക്കപ്പെടുന്നത് ക്രിസ്തുവിനെ ഏറ്റുപറയുന്നിടത്താണ്. നമ്മുടെ ജീവിതം പൂർത്തീകരിക്കപ്പെടുന്നത് അവനാണ് ഏകദൈവമെന്ന് വിശ്വസിക്കുന്നിടത്താണ്. ആ വിശ്വാസവും ആ ഏറ്റുപറച്ചിലും ഒരിടത്താണ് ഉണ്ടാകുന്നത്, അത് ഇവൻ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയുന്നിടത്താണ്. അങ്ങനെ വിളിച്ചു പറയാനുള്ള ഒരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കും ക്രിസ്തുവിനെക്കുറിച്ച് കുറേ അറിവില്ലായ്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, അറിവ് കൂടിയത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ അറിവില്ലായ്മയുടെ ഒരു കാരണം. ക്രിസ്തുവിനെ വെറും കൈയോടെ സമീപിക്കുക. തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ കിട്ടുന്നത് ജ്ഞാനത്തിൻ്റെ പുതിയ തലങ്ങളായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവനാളമേ
അതിനായി നിൻ ശരീരം